ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സെയിൽഫോഴ്സ് അപെക്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് അപെക്സ്? അപെക്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ലി ടൈപ്ഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിൽ രണ്ട് ടെർമിനോളജീസ് ഉണ്ട്. ഒന്ന് സ്ട്രോങ്ലി ടൈപ്ഡ്, മറ്റൊന്ന് ഒബ്ജക്റ്റ് ഓറിയന്റഡ്. ഇപ്പോൾ എന്താണ് സ്ട്രോങ്ലി ടൈപ്ഡ്? സ്ട്രോങ്ലി ടൈപ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം വീക്ക്ലി ടൈപ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു വീക്ക്ലി ടൈപ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ജാവാസ്ക്രിപ്റ്റിൽ എനിക്കൊരു വേരിയബിൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം: വേരിയബിൾ var സ്പേസ് മൈ വേരിയബിൾ ഈക്വൽ ടു ജോൺ. ഇതിന്റെ അടുത്ത മൈ വേരിയബിൾ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഇപ്പോൾ നമ്മൾ ജോൺ എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ലൈനിൽ ഞാൻ ഇതേ മൈ വേരിയബിൾ ഈക്വൽ ടു 10 എന്നിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഒരു ഡേറ്റ ടൈപ്പ് തന്നെ മാറിയിട്ടുണ്ട്. നമ്മളിപ്പം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന 10 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ഇനി അടുത്തൊരു ലൈനിൽ ഞാൻ മൈ വേരിയബിൾ ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ വീണ്ടും അതിൻ്റെ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഇൻറ്റീജറിൽ നിന്നും ഇപ്പോഴത് ബൂളിയനായിട്ട് കൺവേർട്ട് ആയി. ഇവിടെ അത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്തപ്പോൾ ആ വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ആയിരുന്നു. അതിനുശേഷം അതേ വേരിയബിളിലേക്ക് നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു ബൂളിയൻ വാല്യൂ ആഡ് ചെയ്തു. ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ പീസ് ഓഫ് കോഡ് ഈസി ആയിട്ട് റൺ ആവും. അവിടെ എററുകളൊന്നും ഉണ്ടാവില്ല. ഇത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനാണ് നമ്മൾ വീക്ക്ലി ടൈപ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. അതേസമയം അപെക്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ലി കപ്പിൾഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് നിങ്ങളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആ വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് മെൻഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജോൺ എന്ന് പറയുന്ന ഒരു പേരിന് നമ്മൾ മൈ വേരിയബിൾ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ വേരിയബിൾ എന്താണെന്നും വേരിയബിളിന്റെ പേര് എന്താണെന്നും അതിന്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്നും ഫസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് വേരിയബിളിന്റെ ടൈപ്പ് സ്ട്രിങ് ആണ് എന്നുള്ളത്. ഇനി നേരത്തെ പോലെ നമ്മൾ ഈ ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ, അതായത് ഒരു ഇൻറ്റീജർ വാല്യൂ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മൈ നെയിം ഈക്വൽ ടു 10 എന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എറർ തരും. അതായത് ഒരു ഡേറ്റ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെയാണ് നമ്മൾ സ്ട്രോങ്ലി ടൈപ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അപെക്സിന്റെ സിൻടാക്സും അതുപോലെ തന്നെ സ്ട്രക്ചറും ഓൾമോസ്റ്റ് ഇറ്റ്സ് ലൈക്ക് ജാവ പോലെയാണ്. അതായത് ജാവ ഇൻസ്പയർഡ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സെയിൽഫോഴ്സിൽ അപെക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം സെയിൽഫോഴ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇറ്റ്സെൽഫ് എഴുതിയിരിക്കുന്നത് ജാവയിലാണ്. അതുപോലെ തന്നെ അപെക്സ് റൺ ടൈം ഇന്റർപ്രറ്റർ ആണ്. അപെക്സ് കമ്പൈൽ ചെയ്യാനും റൺ ചെയ്യാനും യൂസ് ചെയ്യുന്നത്. ഇനി ജാവയും അപെക്സും തമ്മിൽ പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാവ അല്ലെങ്കിൽ സി ഹാഷ് ഒക്കെ വിർച്വൽ മെഷീനിൽ, ലോക്കൽ സിസ്റ്റത്തിൽ, സെർവേഴ്സിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. പക്ഷേ അപെക്സ് സെയിൽഫോഴ്സ് പ്ലാറ്റ്ഫോമിൽ മാത്രമേ റൺ ആവൂ. അതുകൊണ്ട് തന്നെ അപെക്സിനെ നമുക്ക് ലോക്കലി കമ്പൈൽ ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം ഇതിന്റെ മെറ്റാ ഡേറ്റ ഫംഗ്ഷനാലിറ്റിയാണ്. അപ്പൊ മെറ്റാ ഡേറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെറ്റാ ഡേറ്റ മീൻസ് ഡേറ്റ അബൌട്ട് ഡേറ്റ. അതായത് സെയിൽഫോഴ്സ് നമ്മൾ ഏതൊരു കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്താലും ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ കോമ്പണന്റ് അതിന്റെ API ആയിട്ട് എപ്പോഴും ലിങ്ക്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു കോമ്പണന്റ് നമ്മൾ സെയിൽഫോഴ്സിൽ എവിടെ യൂസ് ചെയ്താലും ദ എൻറ്റയർ ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ കോമ്പണന്റ് വിൽ ഓൾവേസ് ട്രാവൽ അബൌട്ട് ദാറ്റ്. അതുപോലെ തന്നെ അപെക്സ് എപ്പോഴും സെയിൽഫോഴ്സ് API വേർഷൻ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഡെവലപ്പർ കൺസോൾ എന്ന് പരിചയപ്പെടാം. അപ്പൊ എന്താണ് ഡെവലപ്പർ കൺസോൾ എന്ന് ചോദിച്ചാൽ, അപെക്സ് പ്രോഗ്രാം എഴുതി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽഫോഴ്സ് ബൈ ഡിഫോൾട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡെവലപ്പർ കൺസോൾ. അപ്പൊ നമ്മൾ സെയിൽഫോഴ്സിലേക്ക് ലോഗിൻ ചെയ്തു. ഇനി നമുക്ക് ഡെവലപ്പർ കൺസോൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ നമ്മളുടെ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഡയറക്ട്ലി ഡെവലപ്പർ കൺസോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഈ ലോഞ്ച് ആയി വന്നിരിക്കുന്ന ഇതാണ് നമ്മുടെ ഡെവലപ്പർ കൺസോൾ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ നമുക്ക് ഫയൽ, എഡിറ്റ്, ഡീബഗ്, ടെസ്റ്റ്, വർക്ക്, സ്പേസ്, ഹെൽപ്പ് എന്നീ ഇത്രയും ബട്ടൺസ് ഉണ്ട്. താഴെ നോക്കി കഴിഞ്ഞാൽ ലോഗ്സ്, ടെസ്റ്റ്, ചെക്ക് പോയിന്റ്, ക്വറി എഡിറ്റർ, വ്യൂ സ്റ്റേറ്റ്, പ്രോഗ്രസ്, ഇത്രയും ടാബ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫയൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു അപെക്സ് ക്ലാസ്, ട്രിഗേഴ്സ്, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് പറയാം. ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ്സോ ട്രിഗേഴ്സോ പേജസോ ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പണന്റോ ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പൺ ചൂസ് ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് വേണ്ട കോമ്പണൻസ് ആഡ് ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും ലിസ്റ്റ് ചെയ്യാത്തത് നമ്മുടെ ഓർഡറിൽ പ്രത്യേകിച്ച് ക്ലാസ്സോ ട്രിഗേഴ്സോ ഒന്നും തന്നെ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഓർഡറിലുള്ള മുഴുവൻ കോമ്പണന്റ് കാണാൻ നമുക്ക് ഇവിടെ നിന്ന് ഫയൽ ഓപ്പൺ റിസോഴ്സ് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെയുള്ള മുഴുവൻ റിസോഴ്സസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യാം, അതിനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തു, ഇതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിനകത്തുള്ള കോമ്പണന്റുകളും ഫീൽഡിന്റെ നെയിം ആൻഡ് അതിന്റെ API നെയിം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
നമ്മുടെ ഫയലിനെ നമുക്ക് സേവ് ചെയ്യാനും അതുപോലെ ഈ എൻ്റെ ടാബ് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഫയലിലേക്ക് പോയാൽ ഫൈൻഡ്, റീപ്ലേസ്, സെർച്ച് തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അപ്പെക്സിനുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഇവിടെ നമുക്ക് ഡീബഗിനകത്ത് നമുക്ക് തന്നെ ഓപ്പൺ എക്സിക്യൂട്ട് അനോണിമസ് വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എൻ്റയർ പ്രോഗ്രാം അല്ലാതെ നമുക്കൊരു പീസ് ഓഫ് കോഡ് നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോഗ്സ് എല്ലാം നമുക്ക് ഇവിടെ ഈ ലോഗ് എന്ന് പറയുന്ന ടാബിൽ വിസിബിൾ ആയിരിക്കും. അതുപോലെ സെയിൽഫോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെയിൽഫോഴ്സ് നമ്മൾ ഒരു കോഡ് എഴുതി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മിനിമം 75% ഓഫ് കോഡ് വെയിറ്റേജ് എങ്കിലും നമ്മൾ മിനിമം എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് പ്രൊഡക്ഷനിലോട്ട് ലോഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ടാബ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൊറി ലാംഗ്വേജസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊറി എഡിറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഡിൽ ഉണ്ടാകുന്ന എറേഴ്സ്, കോഡേഴ്സ് അല്ലെങ്കിൽ സിൻടാക്സ് എറേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ പ്രോഗ്രാം എന്ന് പറയുന്ന ടാബിൽ ലിസ്റ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ചെയ്യുന്ന പോലെ നമുക്കൊരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനെന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് ഇവിടുത്തെ ഡീബഗ് ലോഗ് ഉണ്ട്, ഡീബഗ് ടാബ്, അതിനകത്ത് നമുക്ക് ഓപ്പൺ എക്സിക്യൂട്ട് അനോണിമസ് വിൻഡോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒരു പീസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ഈ ഒരു അനോണിമസ് വിൻഡോ മാത്രം മതി. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സിസ്റ്റം ഡോട്ട് ഡീബഗ് ഓഫ്. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് നമുക്കൊരു സിംഗിൾ കോഡിനകത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, സോ സിസ്റ്റം ഡോട്ട് ഡീബഗ് ഓഫ് ഹലോ വേൾഡ്. ഹലോ, ഓക്കെ, നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എറർ കാണിക്കും. കാരണം ജാവ പോലെ തന്നെ നമുക്ക് അതിന്റെ എൻഡിൽ എപ്പോഴും ഒരു സെമി കോളൻ ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓൾറൈറ്റ്, അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്കത് എവിടെ നോക്കാന്ന് വെച്ചാൽ ഇവിടെ ലോഗ് ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ക്ലോസ് ചെയ്താൽ ഓക്കെ. ഓക്കെ, ലോഗിനകത്ത് നമുക്ക് ആരാണ്, അതുപോലെ നമ്മുടെ സ്റ്റേറ്റസ് എന്താണ്, അത് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാണാൻ പറ്റും. ഇത് നമുക്ക് കാണാൻ വേണ്ടി ഈ ലോഗ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോഗ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രോസസ്സാണ് സെയിൽഫോഴ്സിൽ ബാക്ക് എൻഡിൽ നടന്നത് എന്നുള്ളത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് വേണ്ടത് നമ്മളുടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞത് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് മാത്രം നമുക്ക് കണ്ടാൽ മതിയെങ്കിൽ നമുക്ക് ഇവിടെ ഡീബഗ് ഓൺലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇപ്പൊ കണ്ടില്ലേ, ഹലോ വേൾഡ് എന്ന് മാത്രം പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഒന്നിലധികം ഡേറ്റാസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. തൽക്കാലം ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഡേറ്റ ഒന്നും ഡിസ്പ്ലേ ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഡീബഗ് മാത്രം മതി. ഞാൻ ഡീബഗ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ ഡേറ്റ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, യൂസർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്തത്, എത്ര കോഡ് എക്സിക്യൂട്ട് ആയി, അനോണിമസ് വിൻഡോയിലുള്ള കോഡ് മാത്രമേ എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ, എത്ര മെമ്മറി സൈസ് അലോക്കേറ്റ് ആയിട്ടുണ്ട്, അതുപോലെ താഴോട്ട് വന്നാൽ എത്ര SOQL, SQL, DML ഓപ്പറേഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ DML ഓപ്പറേഷൻസിന്റെയും SQL ക്വറീസിന്റെ ഒക്കെ ലിമിറ്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ നമുക്ക് മാക്സിമം 100 SOQL ക്വറീസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ അതിന്റെ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത് 50,000 ഡേറ്റ പെർ ട്രാൻസാക്ഷൻ ആണ്. അതുപോലെ എല്ലാത്തിനെയും ലിമിറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് ഡെവലപ്പർ കൺസോളിനെ കുറിച്ചൊരു ഓവർവ്യൂ. ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.